വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരക്കാരെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച സർക്കാർ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ നിലപാട് അറിയിച്ചു. സേഫ് സൈഡിൽ ആദ്യം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സേഫ്, അല്പം മുമ്പ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. അതിലടക്കം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്, ഉത്തരവിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് വരുന്ന വിവരം? 2024 ഫെബ്രുവരി 14 വഖഫ് ബോർഡ് പുതിയ വഖഫ് ബോർഡിന്റെ നിയമനം കഴിഞ്ഞ സർക്കാർ നടത്തുന്നത്. അന്ന് വഖഫ് ബോർഡിൽ മൊത്തം 11 പേരാണ് വേണ്ടത്. അതിൽ 9 പേരെ നിയമിച്ചു, 2 പേരെ നിയമിച്ചില്ല. അതിന് കാരണം പുതിയ നിയമപ്രകാരം വഖഫിന്റെ ഉമീദ് നിയമപ്രകാരം 11 പേരിൽ 2 പേർ അമുസ്ലിങ്ങൾ വേണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് 9 പേരെ മാത്രം നിയമിക്കുകയും 2 നിയമനങ്ങൾ പിന്നീട് നടത്താമെന്ന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് നിയമനം നടത്തിയില്ല. പക്ഷേ പുതിയ സർക്കാർ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഇന്ന് വീണ്ടും ചില നിലപാടുകൾ സംസ്ഥാന സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ തന്നെ ആ നിലപാട് പറഞ്ഞിരുന്നു. ജയദീപ് ഗുപ്ത ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. ഇന്ന് AG ആണ് നേരിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഹാജരായിക്കൊണ്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെടുന്ന 2 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്നുള്ള നിലപാട് AG നേരിട്ട് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. ഈ ബോർഡ് രൂപീകരണത്തിൽ പിഴവുണ്ടായോ എന്ന് സർക്കാർ അറിയിക്കണം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയ ഒരു ചോദ്യം. മതത്തിലെ വിഭാഗങ്ങളെ സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകണം എന്നുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ കോടതി ഇടപെടുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിക്കുകയുണ്ടായി. വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ സിറ്റിംഗിന് വിലക്കില്ല എന്ന് കോടതി ഒരു വ്യക്തത വരുത്തി. കാരണം കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതി നടത്തിയിരുന്നു. ഒന്ന്, നയപരമായ തീരുമാനങ്ങൾ എടുക്കരുത്, പോളിസി ഡിസിഷൻസ് എടുക്കരുത് എന്നുള്ളതായിരുന്നു ഒരു കാര്യം. രണ്ടാമത്, വലിയ മൂലധന ചെലവ് വരുന്ന തീരുമാനങ്ങൾ വഖഫ് ബോർഡ് എടുക്കരുത്. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ പാടുള്ളൂ. മൂന്നാമത്തെയാണ് ഇന്നലെ സുപ്രീം കോടതി റദ്ദാക്കിയ വഖഫ് വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിട്ടുള്ള ആ തീരുമാനം ഹൈക്കോടതി ഇന്നലെ മരവിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ റദ്ദാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതി ആ കാര്യത്തിൽ അവരുടെ വിധിയിൽ തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ജുഡീഷ്യൽ സിറ്റിംഗ് നടത്തുന്നതിന് വഖഫിന് വിലക്കില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഒരു വാചകം ഒഴികെ ബാക്കിയെല്ലാം സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ AG വ്യക്തമാക്കുകയുണ്ടായി. വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാർ പുനഃസംഘടിപ്പിക്കും എന്ന് AG കോടതിയെ തന്നെ അറിയിച്ചു. 2 പേരുടെ നിയമനം എന്തിനാണ് വൈകിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചത്. വഖഫ് ബോർഡ് രൂപീകരിച്ചത് സംസ്ഥാന സർക്കാരാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അത് പുനഃസംഘടിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വ്യക്തമാക്കിയത്. അങ്ങനെ വാദത്തിനിടയിലാണ് AG സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെടുന്ന 2 പേരെ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ് എന്നുള്ള നിലപാട് UDFന്റെ സർക്കാരിന്റെ നിലപാട് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഭദ്ര. സേഫ്, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നേരത്തെ മുതൽക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ സർക്കാരിന്റെ ചാരിയാണ് അവർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ 2026 ഫെബ്രുവരി 14 പുതിയ ബോർഡ് വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ 11 പേരെ നിയമിക്കാമായിരുന്നു എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട് P. രാജീവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ 11 പേരെ നിയമിക്കാമായിരുന്നു, പക്ഷേ 9 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് 9 പേരെ നിയമിച്ചത്. പക്ഷേ ഉമീദ് നിയമം നിലനിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് 2 പേരെ കൂടി നിയമിക്കണം എന്നുള്ളത് ആ വ്യവസ്ഥയിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നീട് നിയമിക്കാം എന്ന് കോടതി അറിയിച്ചത്. ഈ സർക്കാരിന് വേണമെങ്കിൽ അതേ നിലപാട് സ്വീകരിക്കാമെന്നാണ് CPMന്റെ നേതാക്കൾ പറയുന്നത്. പക്ഷേ ഈ സർക്കാരിന് ഇപ്പോൾ V.D. സതീശൻ എന്ന് പറഞ്ഞ പോലെ ഈ സർക്കാരിന് വഖഫുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സുപ്രീം കോടതിയിൽ തന്നെ അത് അറിയിക്കുകയുണ്ടായി. അതിന് പിന്നാലെ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും. കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ബോർഡിൽ അത് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത്, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനോട്ട് പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഹൈക്കോടതി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന് എന്താണോ ചെയ്യാൻ കഴിയുന്നത് സർക്കാരിന് അത് ചെയ്തോളൂ. കാരണം വഖഫ് ബോർഡ് രൂപീകരിച്ചത് സർക്കാരാണ്, സർക്കാർ അത് പുനഃസംഘടിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട്. അതുകൊണ്ട് സർക്കാർ ചെയ്തോളൂ എന്ന അനുമതി ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രയും വേഗം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ട കാര്യം.